ആനകളുടെ ഫോട്ടോ കണ്ടാൽ മതി, പേര് വിവരങ്ങൾ ഉടനടി നൽകും. ആനപ്രേമികൾക്കിടയിൽ താരമായി 5 വയസ്സുകാരൻ ധ്രുവദക്ഷ്. നടൻ ജയറാം ധ്രുവദക്ഷിന്റെ വൈറലായ വീഡിയോ തന്റെ ഫേസ്ബുക്ക് പേജിലും പങ്കുവച്ചു. അച്ഛന്റെ ടീമിന്റെ ആനയാണോ? അപ്പൊ ഇതേതാണ് ആന? അമ്പാടി ബാലനാരായണൻ. ഇത് എങ്ങനെയാണ് നിനക്ക് മനസ്സിലായി? അത് ഇവിടെ എവിടെ കണ്ടാല്? ചെവി കണ്ടാ മനസ്സിലാവും അല്ലേ? എങ്കിലും ടീച്ചർ ചോദിക്കാം, ഇതോ എന്താണ്? അരിക്കൊമ്പൻ. ഇതിനെങ്ങനെയാ അരിക്കൊമ്പൻ പേര് വന്നത്? നാട്ടിലിറങ്ങി അരി തിന്നും, അതുകൊണ്ട് അരിക്കൊമ്പൻ എന്നുള്ള പേര് വന്നു അല്ലേ? ഇതോ? കൊമ്പും കുറിയും ചെവിയും കണ്ട് ഏത് ആനയാണെന്ന് തിരിച്ചറിഞ്ഞ് ആനപ്രേമികൾക്കിടയിൽ താരമാവുകയാണ് ചങ്ങരംകുളം കോക്കൂരിലെ LKG വിദ്യാർത്ഥിയായ ധ്രുവദക്ഷ്. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ചങ്ങരംകുളം കോക്കൂർ വാളത്തുവളപ്പിൽ പ്രവീൺ ഹരിത ദമ്പതികളുടെ മകനാണ് ധ്രുവദക്ഷ്. വളയംകുളം മുഹമ്മദ് കുട്ടി മെമ്മോറിയൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ LKG വിദ്യാർത്ഥിയായ ധ്രുവദക്ഷ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. സ്കൂളിൽ നിന്നും ടീച്ചർ പകർത്തിയ ദൃശ്യമാണ് വൈറലായത്. കഴിഞ്ഞ ദിവസം അവരുടെ ഹോളിഡേ കഴിഞ്ഞിട്ട് അവർ വന്നപ്പോ അവരോട് ഇങ്ങനെ ട്രിപ്പ് പോയ കാര്യമൊക്കെ എവിടെയൊക്കെ പോയി എന്ന് ചോദിച്ച സമയത്ത് അവര് കൊടൈക്കനാൽ പോയി എന്ന് പറഞ്ഞു. അപ്പൊ ആ ടൈമില് ഇവൻ പറയാണ് കൊടൈക്കനാലിൽ നിന്നാണ് അരിക്കൊമ്പനെ വേറൊരു കാട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോ നിനക്ക് അരിക്കൊമ്പനെ കുറിച്ചൊക്കെ അറിയോ, ന്യൂസൊക്കെ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, എനിക്ക് ഏത് ആനയെ കാണുകയാണെങ്കിലും ഞാൻ അതിന്റെ ഫോട്ടോ കണ്ടാല് എന്റെ പേര് ഞാൻ പറയുന്നു പറഞ്ഞു. അപ്പോ ഞങ്ങൾക്ക് അറിയുന്നത് ഗുരുവായൂർ കേശവൻ എന്നുള്ള ആനയാ. അപ്പൊ എനിക്ക് തോന്നി, ഇങ്ങനെ ഫ്രീ പീരീഡ് ഇരുന്നപ്പോ അവനോട് ഇങ്ങനെ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് ഗുരുവായൂർ കേശവൻ എന്നുള്ള ആനയുടെ ഫോട്ടോ എടുത്തിട്ട് അവനക്ക് കാണിച്ചപ്പോ അപ്പൊ അവനിങ്ങനെ ഫസ്റ്റിൽ തന്നെ ഇങ്ങനെ ഈ ആന ഇപ്പോ ഗുരുവായൂരുള്ള ആനയായിരുന്നു, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, ചെരിഞ്ഞിട്ടുണ്ട്, പിന്നെ അതിന്റെ ഫുൾ ഹിസ്റ്ററി, ഇതിന്റെ പ്രതിമ ഇപ്പൊ ആണ് ഉള്ളത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ഇനി വേറെ ആനയുടെ പേര് അറിയോ ചോദിച്ചപ്പോ അതെ, ഇനി വേറെ ആനയുടെ പേരൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവനോട് ഏതൊക്കെയെന്ന് ചോദിച്ചപ്പോ കുറച്ച് ആനയുടെ പേരൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഗൂഗിളില് സെർച്ച് ചെയ്തു. ആ സമയത്ത് കുറെ ആനകളുടെ പേരൊക്കെ വന്നപ്പോ ആ ഫോട്ടോ ഇങ്ങനെ കാണിക്കുമ്പോ അങ്ങനെ ജസ്റ്റ് കാണിക്കുമ്പോഴേക്കും അവരിങ്ങനെ പേര് പറയാ ഓരോന്നിന്റെയും. അതിന്റെ അടിയിൽ അതിന്റെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കതിങ്ങനെ കാണുമ്പോ ഭയങ്കരമായിട്ട് ഇവൻ ശരിക്കും അതേ. അപ്പൊ എങ്ങനെയത് അറിയുന്നതെന്ന് ചോദിക്കുമ്പോ ചെവി കണ്ടിട്ടാണ്, കൊമ്പ് കണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞത്. കൊമ്പ് കണ്ടാ മനസ്സിലാവും. എങ്കിലും ഇതൊന്ന് പറഞ്ഞേ, ഇതാരാ? അരിക്കൊമ്പൻ തന്നെ അല്ലേ? ടീച്ചർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തതാണ്. ഇതൊന്ന് പറഞ്ഞേ, ആരാണ്? കുംകി. കുംകി ആനയാണ് അല്ലേ? ഇതോ? കുംകി തന്നെയാ. ഇതൊന്ന് പറഞ്ഞേ, മംഗലാംകുന്ന് അയ്യപ്പൻ. എങ്കിലും ഇത് പറ, ഇതേതാണ്? കാട്ടാനായോണ്ട് പേരറിയില്ല അല്ലേ? ഇതോ? ഏതാണ്? ചക്കക്കൊമ്പൻ. ഇതിനെന്താ ചക്കക്കൊമ്പൻ എന്ന് പേര് വരാൻ കാരണം? ചക്ക തിന്നും, അതുകൊണ്ട് അല്ലേ? ഈ ആനയൊന്ന് പറഞ്ഞേ. തിക്കടവൂർ ശിവരാജ്. ഈ ആനയുടെ പേര് പറയൂ. പാമ്പാട് രാജൻ. എന്തുകൊണ്ടാണ് ഇതിന് പേര് വരാൻ? പിന്നീട് ടീച്ചർ മൊബൈലിൽ കാണിച്ചു കൊടുക്കുന്ന ഓരോ ആനകളുടെയും പേരുകൾ കൃത്യമായി ധ്രുവദക്ഷ് പറഞ്ഞതോടെ ക്ലാസ് ടീച്ചറും ഞെട്ടി. തുടർന്ന് ക്ലാസ് ടീച്ചർ സുബൈദ സലീം ഈ വീഡിയോ പകർത്തി സ്കൂൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. ഈ വീഡിയോ സിനിമാ താരവും ആനപ്രേമിയുമായ ജയറാം തൻ്റെ മുഖപുസ്തകത്തിൽ ഷെയർ ചെയ്തതോടെ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഏറ്റെടുക്കുകയായിരുന്നു. NCV ന്യൂസ് ചങ്ങരംകുളം. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്. എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.